പണ്ട് മുതലേ നമ്മളെല്ലാവരും ആകാശത്തേക്ക് നോക്കി അത്ഭുതപ്പെട്ടിട്ടുണ്ടല്ലേ? ഒരു വലിയ രഹസ്യം പോലെയായിരുന്നു അത്. പക്ഷെ ഇന്ന് ശാസ്ത്രം വളർന്നതോടെ ആ രഹസ്യങ്ങളൊക്കെ ഓരോന്നായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോ ആകാശത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾക്ക് പിന്നിലെ യഥാർത്ഥ സത്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ പൂർവികർ, അവർക്ക് ആകാശം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സ്റ്റേജ് പോലെ. പക്ഷെ അവർ കണ്ടതൊക്കെ സത്യമായിരുന്നോ? അതോ വെറുമൊരു തോന്നലായിരുന്നോ? അപ്പോ ആകാശത്തിലെ ആദ്യത്തെ വലിയ പസിലെ എന്തായിരുന്നുവെന്നറിയാമോ? അത് എല്ലാ ദിവസവും ലോകത്തെവിടെയുള്ള ആളുകൾ നോക്കിയാലും കാണുന്ന ഒരു സിമ്പിൾ കാര്യമായിരുന്നു. എല്ലാ ദിവസവും നമ്മൾ കാണുന്ന കാഴ്ച തന്നെ. സൂര്യനും ചന്ദ്രനും പിന്നെ ആകാശത്തുള്ള സകല നക്ഷത്രങ്ങളും എല്ലാം കിഴക്കുദിച്ച് പടിഞ്ഞാറസ്തമിക്കുന്നു. ഇത് കണ്ടിരുന്ന പണ്ടുള്ളവർ എന്ത് വിശ്വസിച്ചിട്ടുണ്ടാകും? സ്വാഭാവികമല്ലേ, അവർ കരുതി ഈ ലോകം മുഴുവൻ നമ്മളെ ചുറ്റി കറങ്ങുകയാണെന്ന്. പക്ഷേ സത്യം അതായിരുന്നില്ല. ഈ വലിയ ചലനം, ഈ ഗംഭീരമായ കാഴ്ച, അതിന് കാരണം ആകാശമല്ല, കാരണം നമ്മളാണ്. നമ്മൾ നിൽക്കുന്ന ഈ ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു തോന്നലുണ്ടാകുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ആകാശമല്ല കറങ്ങുന്നത്, ഭൂമിയാണ്. ഓക്കെ, അപ്പൊ ഭൂമി കറങ്ങുന്നതുകൊണ്ടാണ് ആകാശം ചലിക്കുന്നതായി തോന്നുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലായി. പക്ഷെ കഥ അവിടെ തീർന്നില്ല. സൂര്യന്റെ കാര്യത്തിൽ മാത്രം ഈ ദിവസേനയുള്ള ഉദയത്തിനും അസ്തമയത്തിനും അപ്പുറം വേറൊരു രഹസ്യം കൂടി ഉണ്ടെന്ന് പണ്ടുള്ളവർ ശ്രദ്ധിച്ചു. അതായിരുന്നു അടുത്ത വലിയ ട്വിസ്റ്റ്. അതെ, അവരെ കണ്ടുപിടിച്ച കാര്യം ഇതാണ്. സൂര്യൻ മറ്റു നക്ഷത്രങ്ങളെപ്പോലെ ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നയാളല്ല. ഓരോ ദിവസം കഴിയുന്തോറും സൂര്യൻ ഉദിക്കുന്ന സ്ഥാനം നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് മാറിക്കൊണ്ടിരുന്നു. അതായത് സൂര്യൻ നക്ഷത്രങ്ങൾക്കിടയിലൂടെ പതുക്കെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. എത്രമാത്രമെന്നറിയാമോ? ഓരോ ദിവസവും നക്ഷത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ സൂര്യൻ ഏകദേശം 1 ഡിഗ്രി കിഴക്കോട്ട് നീങ്ങുന്നതായിട്ടാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. കേൾക്കുമ്പോൾ വളരെ ചെറിയൊരു മാറ്റം അല്ലേ? പക്ഷെ ഈ 1 ഡിഗ്രി ഒരു വലിയ രഹസ്യത്തിലേക്കുള്ള താക്കോലായിരുന്നു. അപ്പോ ഈ ഒരു ഡിഗ്രി മാറ്റം കൊണ്ട് എന്ത് സംഭവിക്കും? അതിന്റെ ഫലമിതാണ്. ഒരു പ്രത്യേക നക്ഷത്രം ഉദിക്കുന്ന സമയവുമായി നമ്മൾ താരതമ്യം ചെയ്താൽ സൂര്യൻ ഓരോ ദിവസവും ഏകദേശം 4 മിനിറ്റ് വൈകിയാണ് ഉദിക്കുന്നത്. ഓരോ ദിവസവും 4 മിനിറ്റ്. അങ്ങനെ ഒരു വർഷം മുഴുവൻ എടുത്താൽ സൂര്യൻ ആകാശത്ത് ഒരു വലിയ വൃത്തം വരയ്ക്കുന്നത് പോലെ തോന്നും, അല്ലേ? ഈ ഒരു സാങ്കൽപ്പിക പാത, ഇതിനെയാണ് ശാസ്ത്രജ്ഞർ എക്ലിപ്റ്റിക് അല്ലെങ്കിൽ മലയാളത്തിൽ ക്രാന്തിവൃത്തം എന്ന് പറയുന്നത്. അപ്പോ വീണ്ടും പഴയ ധാരണ എന്തായിരുന്നു? സൂര്യൻ നമ്മളെ, അതായത് ഭൂമിയെ, ഒരു വർഷം കൊണ്ട് ചുറ്റുന്നു എന്നായിരുന്നു. പക്ഷെ യഥാർത്ഥ സംഭവം നേരെ തിരിച്ചാണ്. നമ്മൾ, അതായത് നമ്മുടെ ഭൂമി, സൂര്യനെ ചുറ്റി ഒരു വർഷം കൊണ്ട് ഒരു യാത്ര പൂർത്തിയാക്കുന്നു. ആ യാത്രയുടെ പ്രതിഫലനമാണ് നമ്മൾ ആകാശത്ത് സൂര്യന്റെ ഈ സഞ്ചാരമായി കാണുന്നത്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്പർ വരുന്നത്, 23.5 ഡിഗ്രി. ഇതാണ് നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ്. ഈ ഒരു ചെറിയ ചരിവാണ് എല്ലാത്തിനും കാരണം. ഈ ചരിവുള്ളതുകൊണ്ടാണ് എക്ലിപ്റ്റിക് ഒരു പ്രത്യേക ആംഗിളിൽ കാണുന്നതും അതിലും പ്രധാനമായി നമുക്ക് ഈ വേനൽക്കാലവും മഞ്ഞുകാലവും മഴക്കാലവും ഒക്കെ ഉണ്ടാവുന്നതും. ആലോചിച്ചു നോക്കൂ, ഈ ഒരു ചരിവില്ലായിരുന്നെങ്കിൽ ഋതുക്കൾ തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ സൂര്യന്റെ കാര്യം നമ്മൾക്ക് മനസ്സിലായി. പക്ഷെ സൂര്യൻ മാത്രമായിരുന്നില്ല ആകാശത്തിലെ ഒരേ ഒരു പ്രശ്നക്കാരൻ. സ്ഥിരം നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കാതെ സ്വന്തമായി വഴിവെട്ടി സഞ്ചരിക്കുന്ന വേറെയും ചിലരുണ്ടായിരുന്നു. ഇവരായിരുന്നു അടുത്ത വലിയ തലവേദന. അവരെയാണ് നമ്മളിന്ന് പ്ലാനറ്റ്സ് അഥവാ ഗ്രഹങ്ങളെന്ന് വിളിക്കുന്നത്. ഈ വാക്കിന്റെ ഉത്ഭവം തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. അലഞ്ഞുതിരിയുന്നവൻ എന്നർത്ഥം വരുന്ന ഒരു പഴയ ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പ്ലാനറ്റ് എന്ന വാക്ക് വരുന്നത്. കാരണം അവർ അക്ഷരാർത്ഥത്തിൽ ആകാശത്ത് അലഞ്ഞുതിരിയുന്നവരായിരുന്നു. അപ്പോ പണ്ടുള്ളവർക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞിരുന്ന ഈ അലഞ്ഞുതിരിയുന്നവർ ആരൊക്കെയായിരുന്നു? 7 പേരുണ്ടായിരുന്നു. സൂര്യൻ, ചന്ദ്രൻ, പിന്നെ ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി. ശ്രദ്ധിച്ചോ, സൂര്യനെയും ചന്ദ്രനെയും പോലും അവർ ഈ കൂട്ടത്തിലാണ് പെടുത്തിയിരുന്നത്. കാരണം അവരും നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ചലിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇനി പറയാൻ പോകുന്നത് ഒരു കിടിലൻ കാര്യമാണ്. നമ്മളിന്ന് ഉപയോഗിക്കുന്ന ആഴ്ചയിലെ 7 ദിവസങ്ങളിലെ ഞായർ മുതൽ ശനി വരെ, ഈ പേരുകൾ വന്നത് ഈ 7 ആകാശസഞ്ചാരികളിൽ നിന്നാണ്. സൺഡേ സൂര്യന്, മൂൺഡേ ചന്ദ്രന്, അങ്ങനെ പോകുന്നു അത്. ആലോചിച്ചു നോക്കൂ, എത്രയോ 1000 വർഷങ്ങൾ മുൻപുള്ള ആകാശ നിരീക്ഷണം നമ്മുടെ ഇന്നത്തെ കാലണ്ടറിനെ വരെ രൂപപ്പെടുത്തിയിരിക്കുന്നു. പണ്ടുള്ളവർ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു.
ഈ അലഞ്ഞു തിരിയുന്ന ഗ്രഹങ്ങളെല്ലാം അവരെല്ലാം ഏകദേശം ഒരേ വഴിയിലൂടെയാണ് ആകാശത്ത് യാത്ര ചെയ്യുന്നത്. സൂര്യൻ പോകുന്ന ആ എക്ലിപ്റ്റിക് പാതയിലെ അതിന്റെ ഇരുവശത്തുമായി ഒരു 18 ഡിഗ്രി വീതിയുള്ള ഒരു ബെൽറ്റ്, ഒരുതരം ആകാശ ഹൈവേ പോലെ. ഈ ഹൈവേയാണ് നമ്മളിന്ന് സോഡിയാക് അല്ലെങ്കിൽ രാശിചക്രം എന്ന് വിളിക്കുന്നത്. ശരി, അപ്പോ ഈ അലഞ്ഞു നടക്കുന്ന ഗ്രഹങ്ങളുടെ കാര്യം ഓക്കെ, പക്ഷെ അവരെ മാറ്റി നിർത്തിയാല് ബാക്കിയുള്ള ആയിരക്കണക്കിന് നക്ഷത്രങ്ങളോ? അവയെല്ലാം ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണല്ലോ. ഇത്രയധികം നക്ഷത്രങ്ങളെ മനുഷ്യൻ എങ്ങനെയാണ് ഓർത്തുവെച്ചത്? എങ്ങനെയാണ് അതിനൊരു ക്രമം കണ്ടെത്തിയത്? നല്ല ഇരുട്ടുള്ള ഒരു രാത്രിയിൽ ആകാശത്തേക്ക് നോക്കിയാൽ നമ്മുടെ വെറും കണ്ണുകൊണ്ട് ഏകദേശം 3000-ഓളം നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. ഒന്ന് ഓർത്തു നോക്കൂ, 3000. വെറും ഡോട്ടുകൾ പോലെ കിടക്കുന്ന ഇവയെ ഓർത്തുവെക്കാൻ എന്തെങ്കിലും ഒരു വഴി വേണ്ടേ? അങ്ങനെയാണ് അവരൊരു കിടിലൻ ഐഡിയ കണ്ടുപിടിച്ചത്. നമ്മൾ കുട്ടിക്കാലത്ത് കണക്ട് ദ ഡോട്ട്സ് കളിക്കില്ലേ, അതുപോലെ അവർ ആകാശത്തിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് പല രൂപങ്ങളും ചിത്രങ്ങളും സങ്കൽപ്പിച്ചു. എന്നിട്ടോ അവരുടെ പുരാണങ്ങളിലെയും കഥകളിലെയും ഹീറോകൾക്കും ദൈവങ്ങൾക്കും ആകാശത്ത് ഓരോ സ്ഥാനം കൊടുത്തു. പക്ഷേ ഇന്ന് നമ്മൾ കോൺസ്റ്റലേഷൻ അഥവാ നക്ഷത്രഗണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം കുറച്ചുകൂടെ മാറിയിട്ടുണ്ട്. അത് വെറും ഒരു ചിത്രം മാത്രമല്ല. ഒരു ഭൂപടത്തിൽ നമ്മൾ രാജ്യങ്ങളെ സംസ്ഥാനങ്ങളായി തിരിക്കുന്നത് പോലെ ആധുനിക ശാസ്ത്രജ്ഞർ ആകാശം മുഴുവനായി 88 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഈ ഓരോ ഭാഗത്തിനും ഓരോ ഏരിയയ്ക്കുമാണ് നമ്മൾ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് പലർക്കും ഒരു കൺഫ്യൂഷൻ വരാറ്. നമുക്കേറ്റവും പരിചയമുള്ള സപ്തർഷികളുടെ ഉദാഹരണം എടുക്കാം. നമ്മൾ ആകാശത്ത് കാണുന്ന ആ 7 നക്ഷത്രങ്ങളുണ്ടല്ലോ, ആ ഒരു പാറ്റേൺ, അതിനെയാണ് ആസ്ട്രിസം എന്ന് പറയുന്നത്. അതായത് ഒരു തിരിച്ചറിയാവുന്ന രൂപം. എന്നാൽ ആ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ആകാശത്തിന്റെ ആ വിശാലമായ ഏരിയ, അതിന്റെ പേരാണ് ഉർസ മേജർ എന്ന കോൺസ്റ്റലേഷൻ. മനസ്സിലായോ? രൂപം ആസ്ട്രിസം, ആ ഏരിയ കോൺസ്റ്റലേഷൻ. അപ്പോ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: ഇന്ന് ഒരു കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ചിത്രം മാത്രമല്ല, അതൊരു പ്രദേശം മുഴുവനാണ്. അതൊരു തരം ആകാശത്തിലെ അഡ്രസ് പോലെയാണ്. ഒരു നക്ഷത്രം ഏത് കോൺസ്റ്റലേഷനിലാണെന്ന് പറഞ്ഞാൽ അത് ആകാശത്തിന്റെ ഏത് ഭാഗത്താണെന്ന് കൃത്യമായി പറയാൻ പറ്റും. അപ്പം നോക്കൂ, പണ്ടുള്ളവർ ആകാശത്തേക്ക് നോക്കി അവരുടെ ദൈവങ്ങളെയും വീരന്മാരെയും കുറിച്ചുള്ള കഥകൾ കണ്ടു. ഇന്ന് നമ്മൾ അതേ ആകാശത്തേക്ക് നോക്കുന്നത് ശാസ്ത്രത്തിന്റെ കണ്ണുകളോടെയാണ്, വലിയ വലിയ ടെലിസ്കോപ്പുകളിലൂടെയാണ്. അപ്പോ ഒരു ചോദ്യം ബാക്കിയുണ്ട്. നമ്മുടെ തലമുറ ഈ നക്ഷത്രങ്ങളിൽ പുതിയ എന്ത് കഥകളായിരിക്കും കാണാൻ പോകുന്നത്?